നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സിനിമാ സഹസംവിധായകൻ അനിൽ സേവ്യർ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകും. എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാർ. പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ 4 വഴിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. ശില്പിയും മഞ്ഞുമ്മൽ ബോയ്സ്, ജാനേമൻ, തല്ലുമാല, തെക്ക് വടക്ക് സിനിമകളുടെ സഹസംവിധായകനുമായ അനിൽ സേവ്യർ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകണമെന്ന അനിലിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഇലക്ട്രീഷ്യൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലാണ്. വീട്ടുടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാടവന പ്രദേശത്ത് 2 വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ഇന്ന്. സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടക്കുന്നു. AIDRM മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AIDRM മണ്ഡലം പ്രസിഡന്റ് UV വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു, PV അരുൺ എന്നിവർ സംസാരിച്ചു. സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാർ. തങ്ങളുടെ സൗഹൃദത്തിന്റെ ദീപ്ത സ്മരണകൾ സമ്മാനിച്ചുകൊണ്ട് കൂട്ടുകാരന്റെ പേരിൽ പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ 4 വഴിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കൂട്ടുകാർ അപ്പുഡു എന്ന് വിളിക്കുന്ന അരുൺ അർബുദബാധയെ തുടർന്ന് 2023 മരിച്ചത്. അരുണിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഇത്രയും നാളത്തെ ഒരു പൊതുപ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്നത് ഇതുവരെ എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ മഹാത്മാക്കളുടെയൊക്കെ ബസ് സ്റ്റോപ്പാണ് ഇതുവരെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, നിങ്ങളുടെ ഇടയിലെല്ലാം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അരുൺ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു സാധാരണ ഒരു തട്ടിക്കൂട്ട് ബസ് സ്റ്റോപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വാർഡ് മെമ്പർ രമ ബാബു അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻഡോ പനംകുളം, പഞ്ചായത്ത് അംഗം രാജേഷ്, ഫ്രണ്ട്സ് ക്ലബ്ബ് അംഗങ്ങളായ രതീഷ്, AB, സബീഷ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ തൊഴിലാളികൾക്ക് സർക്കാർ അംഗീകരിച്ച തൊഴിൽ കാർഡ് ലഭ്യമാക്കുക, 60 വയസ്സ് പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. മാള CUC മിനി ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 31 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ബെന്നി ബെഹനൻ MP ഉദ്ഘാടനം നിർവഹിക്കും. MLA VR സുനിൽകുമാർ കാർഡുകൾ വിതരണം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. EM വിൻസെന്റ്, KM ബീരാൻ, MP കുട്ടൻ, VV അന്തോണി, റോയി ഇടശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 2024 ആഗസ്റ്റ് 31 തീയതി മാളയിൽ CUC ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ കേന്ദ്രനായ ശ്രീ ബെന്നി ബെഹനാനും അതുപോലെ ID കാർഡ് വിതരണം നടത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയങ്കരൻ്റെ MLA VR സുനിൽകുമാർ സാറാണ്. ഞങ്ങളുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് KLCയുടെ
സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജ്യോതിഷ് കുമാർ, അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ ജില്ലാ പ്രസിഡന്റുമാണ് പങ്കെടുക്കും. കേരളത്തിലെ 1997 മുതൽ ഈ സംഘടന സർക്കാർ അംഗീകരിച്ചതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിനിമാ സഹസംവിധായകൻ അനിൽ സേവ്യർ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകും. എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാർ. പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ 4 വഴിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.